നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം. വീഴരുത് ലഹരിക്കെണിയിൽ കേരള പോലീസ്. ലഹരി ഉപയോഗമോ വിപണനമോ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ വിവരം കേരള പോലീസിന്റെ വാട്സാപ്പ് നമ്പറായ യോദ്ധാവ് 9995966666 അറിയിക്കുക. KSRTC ഡ്രൈവിംഗ് സ്കൂളിനെതിരെ മന്ത്രി KB ഗണേഷ് കുമാർ. KSRTC ഡ്രൈവിംഗ് സ്കൂൾ പഠിതാക്കളെ മോട്ടോർ വാഹന വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ പരാജയപ്പെടുത്തുന്നുവെന്നും സംവിധാനം അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നു എന്നുമുള്ള ഗുരുതര വെളിപ്പെടുത്തലുമായി മന്ത്രി KB ഗണേഷ് കുമാർ. ഇത്തരം ഉദ്യോഗസ്ഥരെ കണ്ടെത്തി നടപടിയെടുക്കുമെന്നും നിയമസഭയിൽ മന്ത്രി വ്യക്തമാക്കി. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായുള്ള വിദേശ പഠന ഉന്നതി സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. മാർച്ച് 31 വരെ www.odepc.net/unnati എന്ന ലിങ്ക് വഴി അപേക്ഷ നൽകാം. പട്ടികജാതി പട്ടികവർഗ വകുപ്പ് വെബ്സൈറ്റിലും അപേക്ഷ ലഭ്യമാണ്. ബിരുദതലത്തിൽ കുറഞ്ഞത് 55% മാർക്കും 35 വയസ്സ് തികയാത്ത വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 6282631503 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. CPIMന് ഇനി പുതിയ മുഖം. സംസ്ഥാനത്തെ CPIMന്റെ പുതിയ ആസ്ഥാന മന്ദിരം ഏപ്രിൽ 23-ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. AKG സെന്റർ എന്ന് തന്നെയാകും പുതിയ മന്ദിരത്തിന്റെയും പേര്. നിലവിലെ കെട്ടിടം AKG പഠന ഗവേഷണ കേന്ദ്രമായി മാറ്റുമെന്നും അദ്ദേഹം അറിയിച്ചു. ബെഞ്ചമിൻ നെതന്യാഹു ഭീരു എന്ന പ്രിയങ്ക ഗാന്ധി MP. ഗാസ വംശഹത്യ വെളിവാക്കുന്നത് ഇസ്രായേലിന്റെ ഭീരുത്വമെന്നും ബെഞ്ചമിൻ നെതന്യാഹു ഭീകരതയുടെ മുഖമാണെന്നും പ്രിയങ്ക അഭിപ്രായപ്പെട്ടു. ഫലസ്തീനികളുടേത് അചഞ്ചലമായ ധീരതയാണെന്നും കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി MP. ആശാവർക്കർമാർക്കെതിരെ അധിക്ഷേപിച്ച് മന്ത്രി R ബിന്ദു. കേന്ദ്രത്തോട് ആവശ്യങ്ങൾ പറയാൻ ആശാവർക്കർമാർക്ക് നട്ടെല്ല് വേണമെന്ന് മന്ത്രി R ബിന്ദു പറഞ്ഞു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വന്നപ്പോൾ മണിമുറ്റത്താവണിപ്പന്തൽ പാട്ടുപാടി ആഘോഷിച്ചവർക്ക് കേന്ദ്ര സർക്കാരിനോട് പറയാൻ ഒന്നുമില്ല. ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചത് ഇടതു സർക്കാരാണ്. പക്ഷേ ആശമാരുടെ പ്രാഥമിക ആവശ്യങ്ങൾ പരിഹരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും മന്ത്രി പ്രതികരിച്ചു. മാധ്യമങ്ങൾ വിവാദങ്ങൾക്ക് പുറകെ പോകുന്നുവെന്നും നല്ല വാർത്തകൾ കൊടുക്കണമെന്നും മന്ത്രി ഉപദേശിച്ചു. റംസാനിലെ അവസാന 10ലേക്കുള്ള തയ്യാറെടുപ്പുകൾ പൂർണ്ണം. മക്ക. റമളാനിലെ അവസാന ദിവസങ്ങളിൽ തീർത്ഥാടകരുടെ തിരക്ക് വലിയ തോതിൽ വർദ്ധിച്ച സാഹചര്യത്തിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി സൗദി അറേബ്യയിലെ ഹജ്ജ് ഉംറ മന്ത്രാലയം. റമളാനിലെ അവസാന ദിവസങ്ങളിൽ പുണ്യനഗരമായ മക്കയിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് സുഗമവും ആത്മീയമായി സംതൃപ്തവുമായ ഉംറ അനുഭവം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള നടപടികളുടെ ഭാഗമായാണിത്. 2025 IPL സീസൺ കലക്കുമോ കാലാവസ്ഥ. വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെ തെക്കൻ ബംഗാളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ശനിയാഴ്ച കൊൽക്കത്തയുടെ ആകാശം 74% മേഘാവൃതമായിരിക്കാൻ സാധ്യതയുണ്ട്. വൈകുന്നേരം 90% മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട്.